ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ഗ്രോ മലയാളം. സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: ഈ ഒരു സ്റ്റോക്ക് എക്സ്പെൻസീവ് ആണോ അല്ലയോ എന്നുള്ള കാര്യം. അതല്ലേ നമ്മൾ മിക്ക ആൾക്കാരും ചിന്തിക്കുന്നതാണ്, ഇപ്പൊ ഒരു കമ്പനി വളരുവാണെങ്കിൽ സ്റ്റോക്ക് വാങ്ങുന്നത് സേഫ് അല്ലേ എന്ന്. പക്ഷെ മാർക്കറ്റിൽ റിട്ടേൺ ജസ്റ്റ് ഗ്രോത്ത് മാത്രമല്ല വരുന്നത്, ആ ഒരു ഗ്രോത്തിന് റീസണബിൾ പ്രൈസ് കൊടുക്കുമ്പോഴാണ് റിട്ടേൺസ് വരുന്നത്. ചിലപ്പോൾ നമ്മൾ എക്സൈറ്റ്മെന്റ് കൊണ്ട് നമ്മൾ കൂടുതൽ നമ്മൾ പേ ചെയ്യും, പക്ഷെ ഗ്രോത്ത് ചെറുതായിട്ട് സ്ലോ ആയാലും സ്റ്റോക്ക് പ്രൈസ് ഇവിടെ ഇടിയും. അപ്പൊ ഇതാണ് വാല്യുവേഷൻ ഗെയിം. ആളുകളെ എക്സ്പെക്ടേഷൻസിന് ഓവർ പേ ചെയ്യും, മാർക്കറ്റ് ആ എക്സ്പെക്ടേഷൻസ് കറക്റ്റ് ചെയ്യും. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഗ്രോത്ത് അറ്റ് റീസണബിൾ പ്രൈസ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് എന്നുള്ള കാര്യമാണ്. അതിൽ ഇപ്പം വളർന്നുകൊണ്ടിരിക്കുന്ന എന്നാൽ റീസണബിൾ വാല്യുവേഷൻ നമുക്ക് കിട്ടുന്ന 3 സ്റ്റോക്സിനെ പറ്റിയും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ആദ്യം വാല്യുവേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ വാല്യുവേഷന്റെ ബേസ് ഒരു സിമ്പിൾ നമ്പർ ആണ്, പ്രൈസ് ടു ഏർണിംഗ് റേഷ്യോ അല്ലെങ്കിൽ പി റേഷ്യോ. ഫോർമുല ഇവിടെ സിമ്പിൾ ആണ്, പ്രൈസ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഏർണിംഗ്സ് പെർ ഷെയർ. ഇപ്പം പി 20 ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? കമ്പനി ഇപ്പോൾ 1 രൂപ ഏൺ ചെയ്യുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് അതിന് 20 രൂപ പേ ചെയ്യാൻ വേണ്ടി ഇവിടെ റെഡി ആണെന്നാണ്. അപ്പൊ പി കൂടുതലാണെങ്കിൽ ഫ്യൂച്ചർ ഗ്രോത്ത് എക്സ്പെക്ടേഷൻ കൂടുതലാണെന്നാണ്. പക്ഷെ ഗ്രോത്ത് അത്ര പെട്ടെന്ന് സംഭവിച്ചില്ലെങ്കിൽ മാർക്കറ്റ് പി ബി റേറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ പ്രൈസ് ഇടിയും. ഈ ഒരു സംഭവത്തിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ട് ഇതൊന്ന് മനസ്സിലാക്കാം. ഇപ്പൊ ട്രെൻഡ് ലിമിറ്റഡിന്റെ സ്റ്റോറി പറയാം. അപ്പൊ ഈ അടുത്ത വർഷങ്ങളിൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഫേവറേറ്റ് സ്റ്റോക്ക് ആയിരുന്നു ഈ ഒരു കമ്പനി. 2021 അതുപോലെ 2024 ഇടയ്ക്ക് ട്രെൻഡ് എക്സെപ്ഷണൽ പെർഫോമൻസ് കാണിച്ചിട്ടുണ്ട്. സെയിൽസ് ഗ്രോത്ത് 50%-ലധികം CAGR കൂടി. ഇപ്പൊ റീറ്റെയിൽ എക്സ്പാൻഷൻ സ്ട്രോങ് ആയിരുന്നു. സ്റ്റുഡിയോ, വെബ്സൈറ്റ് പോലത്തെ ബ്രാൻഡ്സിന് മൊമെന്റും ഉണ്ടായിരുന്നു. അപ്പൊ നാച്ചുറലി മാർക്കറ്റ് ഇതിന് റിവാർഡ് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 2024 ആയപ്പോഴേക്ക് സ്റ്റോക്കിന്റെ പി റേഷ്യോ ഓൾമോസ്റ്റ് 231x ആയി. അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. നിങ്ങളിപ്പോ പി റേഷ്യോ മാത്രം നിങ്ങൾ നോക്കരുത്, പി റേഷ്യോന്റെ ഒപ്പം നിങ്ങൾ ഗ്രോത്ത് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. ഇപ്പം പറയുകയാണെങ്കിൽ ട്രെൻഡ് എല്ലാ ക്വാർട്ടറിലും 50%-ലധികം ഇയർ ഓവർ ഇയർ വളർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിസംബർ 2024 ക്വാർട്ടറിൽ സെയിൽസ് ഗ്രോത്ത് തുടർച്ചയായിട്ട് 50% താഴെ പോകുന്ന രണ്ടാമത്തെ കോൺസിക്യൂട്ടീവ് ക്വാർട്ടർ ആണ്. അപ്പോൾ ഗ്രോത്ത് ഉണ്ടായിരുന്നു, പക്ഷെ ഗ്രോത്തിന്റെ വേഗത കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞു. ഹൈ പി അല്ലെങ്കിൽ എക്സ്റ്റെൻഡഡ് പി സ്റ്റോക്സിൽ മാർക്കറ്റിൽ ഗ്രോത്തും വേഗതയും വേണം. ഇപ്പൊ എന്തെങ്കിലും ഒരു അൺസർട്ടനിറ്റി വന്നാൽ റിസ്ക് ഇവിടെ കൂടും. അതാണ് ആക്ച്വലി ഇവിടെ നടന്നത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതിൽ സ്റ്റോക്സ് ഏകദേശം 48% കറക്റ്റ് ചെയ്തു. ഏർണിംഗ്സ് ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ വളരെ പതുക്കെയാണ്. അതുകൊണ്ടാണ് പ്രൈസ് സ്റ്റേബിൾ ആയിട്ട് ഇവിടെ നിൽക്കുന്നത്. അതുപോലെ പി റേഷ്യോ നല്ലപോലെ ഇവിടെ ചുരുങ്ങി. അപ്പം ഈ ഒരു ഫിനോമിന ജസ്റ്റ് ഒരു സ്റ്റോക്കിലേക്ക് മാത്രം ലിമിറ്റഡ് അല്ല. ചരിത്രം നമുക്ക് വേറൊരു കേസ് സ്റ്റഡിയും കൂടി തരുന്നുണ്ട്, ഹാപ്പിയസ്റ്റ് മൈൻഡ്സ്. ഇപ്പൊ 2020-21 IT ബൂമിന്റെ സമയത്ത് സ്റ്റോക്ക് നല്ല റിട്ടേൺസ് നൽകിയായിരുന്നു. അപ്പൊ ഈ ഒരു സമയത്താണ് കമ്പനി ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷനും ക്ലൗഡ് സർവീസ് ട്രെൻഡിലേക്കും പോയിക്കൊണ്ടിരുന്നത്. ഏർണിംഗ്സ് വേഗത്തിൽ വളർന്നുകൊണ്ടിരുന്നു. മാർക്കറ്റ് ആ പോസിറ്റീവ് എക്സ്പെക്ടേഷൻ ഫുൾ ആയിട്ട് പ്രൈസ് ചെയ്തു. അപ്പൊ ഇതിന്റെ റിസൾട്ട് എന്തായിരുന്നു? സ്റ്റോക്കിന്റെ പി 145x വരെ പോയി. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? കമ്പനി ഓരോ രൂപ ഏൺ ചെയ്യുമ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ 145 രൂപ കൊടുക്കാൻ റെഡിയാണെന്നാണ്. അപ്പൊ എക്സ്പെക്ടേഷൻ ഒക്കെ വളരെ കൂടുതലായിരുന്നു. പക്ഷെ 2023 ശേഷം ഗ്രോത്ത് 30% നിന്ന് ഏകദേശം 13 മുതൽ 20%-ലേക്ക് വന്നു. അപ്പൊ മാർക്കറ്റ് ഡിസപ്പോയിന്റ് ചെയ്തു. സോ മാർക്കറ്റ് ഇവിടെ പി റീറേറ്റ് ചെയ്തു. 145x നിന്ന് ഏകദേശം 40x-ലേക്ക്. അപ്പൊ കമ്പനിയുടെ പ്രോഫിറ്റ് കൂടിക്കൊണ്ടിരുന്നു, പക്ഷെ സ്റ്റോക്ക് പ്രൈസ് ഏകദേശം 70% ഇടിഞ്ഞു. കാരണം വാല്യുവേഷൻ ഓൾറെഡി കൂടുതലായതുകൊണ്ട് പെർഫോമൻസ് നല്ലതാണെങ്കിലും പ്രൈസിന് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ ഇതാണ് എക്സ്ട്രീം വാല്യുവേഷൻ ട്രാപ്പിൽ സംഭവിക്കുന്നത്. പ്രതീക്ഷയ്ക്കപ്പുറം പ്രൈസ് പോകുമ്പോൾ ഗ്രോത്ത് ചെറുതായിട്ട് സ്ലോ ആയാലും മാർക്കറ്റ് പെട്ടെന്ന് റിയാക്ട് ചെയ്യും. രാംദേവ് അഗർവാളിന് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം ഒരു കമ്പനിയുടെ ബിസിനസ് മോഡൽ മനസ്സിലാക്കുന്ന പോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വാല്യുവേഷൻ മനസ്സിലാക്കുന്നത്. അപ്പൊ പി കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കമ്പനി മോശമാണെന്നല്ല അതിന്റെ അർത്ഥം. ഇതിന്റെ അർത്ഥം ആ ഒരു കമ്പനിയുടെ ഗ്രോത്തിനായിട്ട് ആളുകൾ കൂടുതൽ കൊടുക്കാൻ ഇവിടെ റെഡി ആണെന്നാണ്. പക്ഷെ ആ ഗ്രോത്ത് ഇപ്പൊ ചെറുതായിട്ട് ഒന്ന് കുറഞ്ഞാൽ ഈ ഒരു എക്സൈറ്റ്മെന്റും കുറഞ്ഞു തുടങ്ങും, പ്രൈസ് താഴേക്ക് ഇവിടെ വരും. അപ്പൊ ഈ ഒരു കൺസെപ്റ്റാണ് GARP എന്ന് പറയുന്നത്, അതായത് ഗ്രോത്ത് അറ്റ് റീസണബിൾ പ്രൈസ്. നിഫ്റ്റി ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സിലെ 750 സ്റ്റോക്സിൽ കുറച്ച് ഫിൽറ്റേഴ്സ് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഏർണിംഗ്സ് ആൻഡ് സെയിൽസ് കഴിഞ്ഞ 3 വർഷത്തിൽ തുടർച്ചയായിട്ട് 20%-ലധികം CAGR-ൽ വളർന്ന കമ്പനികൾ, ഓപ്പറേറ്റിംഗ് മാർജിൻ എക്സ്പാൻഡിംഗ് ആയിട്ടുള്ള സ്റ്റോക്സ്, പി റീസണബിൾ ആയിരിക്കണം, ഏകദേശം സെക്ടർ ആവറേജിന്റെ അടുത്ത്, PG റേഷ്യോ അതായത് പി ഡിവൈഡ് ബൈ ഗ്രോത്ത് റേറ്റ് 1.5 താഴെ ആയിരിക്കണം. ഇനി നമുക്ക് നോക്കാം PG റേഷ്യോ എന്തുകൊണ്ടാണ് വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫിൽറ്റർ അപ്ലൈ ചെയ്തതിനു ശേഷം കൺസിസ്റ്റന്റ് ഗ്രോത്ത് ഉള്ള കുറച്ച് കമ്പനീസ് വന്നിട്ടുണ്ട്. അതുപോലെ ഈ ഒരു കമ്പനികളുടെ എല്ലാം വാല്യുവേഷൻ റീസണബിൾ ലെവലിൽ തന്നെയാണ്. ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് സ്റ്റോക്ക് വരുന്ന സജിലിറ്റി ലിമിറ്റഡ് ആണ്. അപ്പൊ കഴിഞ്ഞ 3 വർഷത്തിൽ കമ്പനി 82% സെയിൽസ് CAGR നൽകിയിട്ടുണ്ട്. അതുപോലെ 291% പ്രോഫിറ്റ് CAGR. അപ്പൊ മാർജിൻ സ്റ്റേബിൾ ആയിട്ട് നിന്നിട്ടുണ്ട്. അതുപോലെ ഇൻട്രസ്റ്റ് കോസ്റ്റ് 2023 ഫൈനാൻഷ്യലിൽ 215 കോടിയിൽ നിന്ന് 2025 ഫൈനാൻഷ്യലിൽ 127 കോടിയായി. പക്ഷേ ഇത്രയും വലിയ ഗ്രോത്തിന്റെ പുറകിൽ ഒരു മെയിൻ റീസൺ 2022 ഫൈനാൻഷ്യൽ ബേസ് ഇഫക്റ്റ് ആണ്. അപ്പൊ കഴിഞ്ഞ 2 വർഷത്തിൽ റവന്യൂ ഏകദേശം 15% CAGR വളർന്നിട്ടുണ്ട്. അതേസമയത്ത് നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 4 ഇരട്ടി വളർന്നിട്ടുണ്ട്. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നു ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ്. ഇനി നമുക്ക് കമ്പനിയുടെ വാല്യുവേഷൻ നോക്കാം. അപ്പൊ സജിലിറ്റിയുടെ കറന്റ് പി റേഷ്യോ ഏകദേശം 30x ആണ്. അതുപോലെ PG റേഷ്യോ എന്ന് 0.1x ആണ്.
ഇവിടെ വാല്യൂഷൻ ഗ്രോത്ത് വെച്ച് നോക്കുമ്പോൾ ജസ്റ്റിഫയബിൾ ആണ്. അപ്പൊ കമ്പനിയുടെ ബിസിനസ് ഫോക്കസ് ചെയ്യുന്ന US ഹെൽത്ത് കെയർ ഔട്ട്സോഴ്സിംഗ് ആണ്. അപ്പൊ ഇവർക്ക് ഇന്ത്യയിൽ വേറെ ലിസ്റ്റഡ് കോമ്പറ്റേറ്റേഴ്സ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ കോമ്പറ്റേറ്റേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുന്നതിൽ വലിയ കാര്യമൊന്നും തന്നെ ഇല്ല. ഇപ്പം കമ്പനി 20% പ്ലസ് ഏർണിംഗ് ഗ്രോത്ത് നിലനിർത്തുവാണ്. അതുപോലെ തന്നെ അവർ എക്സ്പാൻഡ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു വാല്യൂഷൻ ഇവിടെ ജസ്റ്റിഫയബിൾ ആണ്. അപ്പൊ കമ്പനി 2021 ഇവിടെ പ്രവർത്തനം തുടങ്ങുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹെൽത്ത് കെയർ ഔട്ട്സോഴ്സിംഗ് സ്പേസിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ കമ്പനി ക്ലെയിം പ്രോസസ്സിംഗ്, ബില്ലിംഗ്, അതുപോലെ തന്നെ ക്ലിനിക്കൽ മാനേജ്മെന്റ് പോലത്തെ സർവീസസ് നൽകുന്നുണ്ട്. അപ്പൊ ഇതിന്റെ അകത്ത് ഹോസ്പിറ്റൽസിന് ഡെയിലി ഓപ്പറേഷണൽ വർക്ക് എല്ലാം ഈസി ആക്കാൻ വേണ്ടിയിട്ട് ഇവർ സഹായിക്കുന്നുണ്ടെന്നാണ്. അതുപോലെ 100% റവന്യൂ US ക്ലയന്റിൽ നിന്നാണ് ഇവർക്ക് വരുന്നത്. അപ്പൊ കമ്പനിയുടെ മൾട്ടി ഷോപ്പ് മോഡലും ഇൻട്രസ്റ്റിംഗ് ആണ് ഇവിടെ. ഇന്ത്യയുടെ പുറമെ US ബേസ്ഡ് ക്ലയൻസിനെ US, കൊളംബിയ, ജമൈക്ക, ഫിലിപ്പീൻസിലുള്ള സെന്റേഴ്സിൽ നിന്ന് അവർ സെർവ് ചെയ്യുന്നുണ്ട്. ഇനി അവരുടെ Q2 FY26 റിസൾട്ട്സ് അനലൈസ് ചെയ്യാം നമുക്ക്. അപ്പൊ കമ്പനിയുടെ സെയിൽസ് ഇയർ ഓവർ ഇയർ 25% വളർന്ന് 1658 കോടിയായി. അപ്പൊ പേയർ അതുപോലെ പ്രൊവൈഡർ സെഗ്മെന്റിൽ നല്ല ഇംപ്രൂവ്മെന്റ് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഓപ്പറേറ്റീവ് പ്രോഫിറ്റ് 38% വളർന്ന് 415 കോടിയായി. അതിൽ മാർജിൻ 200 ബേസിസ് പോയിന്റ് ഇംപ്രൂവ് ആയി 25%ആയി. മെയിൻലി എഫിഷ്യൻസി ഗെയിൻ അതുപോലെ ജെൻ AI ഓട്ടോമേഷൻ വഴി. ഇപ്പൊ നെറ്റ് പ്രോഫിറ്റ് 114% വളർന്ന് 251 കോടിയായി. മെയിൻലി മാർജിൻ ഇംപ്രൂവ് ആയതുകൊണ്ടാണ്. അപ്പോൾ മാർജിൻ 8.8% നിന്ന് 15% വരെ കൂടി. അതർ ഇൻകം കൂടിയതും അതുപോലെ ഫൈനാൻസ് കോസ്റ്റ് കുറഞ്ഞതും ഇതിന് സഹായിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ 2027 ഫൈനാൻഷ്യൽ ആകുമ്പോഴേക്കും മാനേജ്മെന്റ് ഡെറ്റ് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ഇവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് നെറ്റ് മാർജിനെ വീണ്ടും ഇംപ്രൂവ് ചെയ്യൂടെ. ഇനി ഗ്രോത്ത് ഔട്ട്ലുക്കിനെ പറ്റി സംസാരിക്കുമ്പോൾ ആദ്യം നമുക്ക് റവന്യൂ അതുപോലെ മാർജിനെ പറ്റി മാനേജ്മെന്റ് ഔട്ട്ലുക്ക് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ മാനേജ്മെന്റ് 2026 ഫൈനാൻഷ്യല് റവന്യൂ ഗ്രോത്ത് ഗൈഡൻസ് 21%-ലധികം കൂട്ടി. അതുപോലെ എബിറ്റ മാർജിൻ ഗൈഡൻസ് 25%-ലേക്ക് കൂട്ടി. അപ്പൊ ഇത് ഡിമാൻഡ് അതുപോലെ തന്നെ എഫിഷ്യൻസിയിലുള്ള അവരുടെ കോൺഫിഡൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ഇനി ബ്രോഡ് പാത്ത് അക്വിസിഷനെ പറ്റി മാനേജ്മെന്റ് വ്യൂ നമുക്ക് മനസ്സിലാക്കാം. ബ്രോഡ് പാത്ത് അക്വയർ ചെയ്തതിനു ശേഷം നിലവിലുള്ള ക്ലയൻസിന് വേറെ സർവീസ് സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് പുതിയ കോൺട്രാക്ട്സ് ഒക്കെ അവർക്ക് കിട്ടി. ഇപ്പൊ Q2 FY26 24 എക്സിസ്റ്റിംഗ് ക്ലയൻസിൽ നിന്ന് അവർക്ക് പുതിയ കോൺട്രാക്ട്സ് ലഭിച്ചു. അതുപോലെ 5 പുതിയ ക്ലയൻസിനെ ആഡ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇവിടെ ലോങ് ടേം ഗ്രോത്ത് പൈപ്പ് ലൈൻ സ്ട്രോങ് ആയിട്ട് നിൽക്കും. ഇപ്പൊ ടെക്നിക്കൽ ചാർട്ട് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഓൾ ടൈം ഹൈയിൽ നിന്ന് സ്റ്റോക്ക് ഏകദേശം 15% ഡൗൺ ആണ്. പക്ഷേ ഹയർ ഹൈസ് അതിൽ ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 41 താഴെ പ്രൈസ് ക്ലോസ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ഇവിടെ ഇൻവാലിഡ് ആവും. ഇനി ഇവിടുത്തെ റിസ്ക്കും ചാലഞ്ചസും നമ്മൾ നോക്കുകയാണെങ്കിൽ US ഹെൽത്ത് കെയർ ഔട്ട്സോഴ്സിംഗിൽ പുതിയ റിസ്ക് ഉണ്ട്. ഇപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ഓഫ്ഷോർ സർവീസിന് 25% എക്സൈസ് ടാക്സ് ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഇംപ്ലിമെന്റ് ചെയ്താൽ കമ്പനിയുടെ ഷോർട്ട് ടേം മാർജിനിൽ കുറവ് വരാൻ വേണ്ടിയിട്ട് ഇവിടെ സാധ്യതയുണ്ട്. അടുത്ത് കമ്പനിയുടെ റവന്യൂ കുറച്ച് വലിയ ക്ലയൻസിന് മാത്രം ആശ്രയിച്ചാണ് ഇവിടെ ഇരിക്കുന്നത്. ടോപ്പ് 10 ക്ലയൻസ് ഒന്നിച്ച് 90%-ലധികം റവന്യൂലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. ഇനി ഇന്നത്തെ സെക്കൻഡ് കമ്പനി വരുന്നത് വാല്യൂ ഫോർജ് ആണ്. കഴിഞ്ഞ 3 വർഷത്തിൽ കമ്പനി 48% സെയിൽസ് CAGR നൽകിയിട്ടുണ്ട്. അതുപോലെ 89% പ്രോഫിറ്റ് CAGR. അപ്പൊ ഇതിന്റെ ഒപ്പം കമ്പനി ഓപ്പറേറ്റിംഗ് മാർജിൻ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കമ്പനി തുടർച്ചയായിട്ട് പ്രോഫിറ്റബിൾ ആണ്. ഇനി നമുക്ക് കമ്പനിയുടെ വാല്യൂഷൻ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ വാല്യൂ ഫോർജിന്റെ കറന്റ് P റേഷ്യോ ഏകദേശം 29x ആണ്. ഇത് കോമ്പറ്റേറ്റേഴ്സിന് വെച്ച് നോക്കുമ്പോൾ ഇത് റീസണബിൾ ആയിട്ട് നമുക്ക് കണക്കാക്കാം. ലൈക്ക് ഹാപ്പി ഫോർജിങ് 36x, അതുപോലെ രാമകൃഷ്ണ ഫോർജിങ്സ് ഏകദേശം 43x. അപ്പൊ കമ്പനിയുടെ PG റേഷ്യോ 0.33x ആണ്. അപ്പൊ ഇതിന്റെ അർത്ഥം കമ്പനിയുടെ വാല്യൂഷൻ അവരുടെ ഗ്രോത്ത് വെച്ച് നോക്കുമ്പോൾ ജസ്റ്റിഫയബിൾ ആണ്. അപ്പൊ കമ്പനി ഇപ്പം ഉണ്ടാകുന്ന 30% പ്ലസ് ഏർണിംഗ് ഗ്രോത്തും മാർജിനും ഫ്യൂച്ചറിൽ നിലനിന്നിട്ടുണ്ടെങ്കിൽ കറന്റ് വാല്യൂഷൻ നമുക്ക് റീസണബിൾ ആയിട്ട് ഇവിടെ കണക്കാക്കാം. അപ്പൊ ഇതൊരു പ്രിസിഷൻ എഞ്ചിനീയറിംഗ് കമ്പനിയാണ്. അപ്പൊ ഇവർ ഓട്ടോ കോമ്പോണൻസ്, ഹെവി വെഹിക്കിൾസ്, അതുപോലെ ഇൻഡസ്ട്രി മെഷീനറിക്കായിട്ട് ഫോർജ് അതുപോലെ തന്നെ മെഷീനറി പാർട്സ് ഇവർ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പല സെക്ടേഴ്സിൽ ഈ ഒരു പ്രൊഡക്ട്സ് ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇപ്പം എയറോസ്പേസ്, ഡിഫൻസ്, ഓട്ടോ, അഗ്രികൾച്ചർ, റെയിൽവേ, അതുപോലെ വിൻഡ് എനർജി. അതുകൊണ്ട് കമ്പനിയുടെ കസ്റ്റമർ ബേസ് അതുപോലെ തന്നെ ഡിമാൻഡ് തുടരും. ഈ അടുത്ത വർഷങ്ങളിൽ കമ്പനി അവരുടെ ശ്രദ്ധ ഡിഫൻസ് കോമ്പോണന്റ് മാനുഫാക്ചറിലേക്ക് കൂട്ടുന്നുണ്ട്. റവന്യൂ ബേസ് ഡൈവേഴ്സിഫൈ ചെയ്യാനും മാർജിൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ Q2 FY26 റിസൾട്ട്സ് നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ സെയിൽസ് ഇവിടെ വരുന്നത് ഇയർ ഓവർ 34% കൂടി 300 കോടിയായി. മെയിൻലി ഡിഫൻസ്, എയറോസ്പേസ് അതുപോലെ ഇൻഡസ്ട്രിയൽ മെഷീനറി സെഗ്മെന്റ്സ് എന്നുള്ള സ്ട്രോങ് ഡിമാൻഡ് കാരണം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇവിടെ ഇയർ ഓവർ ഇയർ 28% കൂടി 83 കോടിയായി. പക്ഷെ മാർജിൻ 100 ബേസിസ് പോയിന്റ് ചുരുങ്ങി 28%ആയി. ഇപ്പൊ റോ മെറ്റീരിയൽ കോസ്റ്റ് കൂടിയത് കാരണം നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓവർ ഇയർ 35% വളർന്ന് 65 കോടിയായി. അതിൽ മാർജിൻ 21.7% സ്റ്റേബിൾ ആയി. ഇപ്പൊ ടാക്സ് റേറ്റ് കുറഞ്ഞത് കുറച്ചൊക്കെ ഇവിടെ സപ്പോർട്ടായി. ഇനി നമ്മൾ ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കുമ്പോൾ വാല്യൂ ഫോർജ് ഡിഫൻസ് അതിൽ എയറോസ്പേസ് പോലത്തെ ഹൈ വാല്യൂ സെക്ടേഴ്സിലേക്ക് പെട്ടെന്ന് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ കമ്പനിയുടെ എംടി ഷെൽ പ്രൊഡക്ഷൻ ലൈൻ 3.6 ലാക്ക് ആനുവൽ കപ്പാസിറ്റിയോട് ഉള്ളത് ഇപ്പൊ കൊമേഴ്ഷ്യലൈസേഷൻ ഫേസിലാണ്. അപ്പൊ ഹാഫ് ഇയർ എൻഡി ഫൈനാൻഷ്യൽ 2024 ഡിഫൻസ് റവന്യൂലേക്ക് 10% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓർഡർ ബുക്കിൽ ഇത് 35% കൂടിയിട്ടുണ്ട്. അപ്പോൾ ഗവൺമെന്റ് മേക്ക് ഇൻ ഇന്ത്യ പുഷോടെ വരും വർഷങ്ങളിൽ ഈ ഒരു സെഗ്മെന്റ് കമ്പനിയുടെ ഗ്രോത്തിന്റെ മെയിൻ സപ്പോർട്ട് ആയിരിക്കും ഇവിടെ. ഇനി നമ്മളിവിടെ ടെക്നിക്കൽ ചാർട്ട് നോക്കുമ്പോൾ സ്റ്റോക്ക് ഓൾ ടൈം ഹൈയിൽ നിന്ന് ഏകദേശം 30%
5% ഡൗൺ ആണ്. പക്ഷേ പ്രൈസ് കൺസോളിഡേറ്റ് ചെയ്യുവാണ്. ഇപ്പൊ പ്രൈസ് 510 താഴെ പോയാൽ ഈ ഒരു ട്രെൻഡ് ഇവിടെ ഇൻവാലിഡ് ആവും. ഇനി ഇവരുടെ റിസ്ക് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. സ്റ്റീൽ അതുപോലെ അലോയ് സ്റ്റീൽ പ്രൈസിൽ ഫ്ലക്ച്വേഷനോട് കമ്പനി എന്താണ് സെൻസിറ്റീവ് ആണ്. അപ്പൊ ഇതാണ് ഇവരുടെ മെയിൻ റോ മെറ്റീരിയൽ. ഇപ്പൊ കമ്മോഡിറ്റി പ്രൈസ് നല്ലപോലെ കൂടിയ ഷോർട്ട് ടേമിൽ മാർജിൻ പ്രഷർ ഇവർ ഫേസ് ചെയ്യാം. അപ്പൊ ഇത് ഓപ്പറേറ്റിംഗ് മാർജിനിൽ വോളറ്റിലിറ്റിക്ക് കാരണമാവാം. ഇനി ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് സ്റ്റോക്ക് എന്ന് ഒബ്രോയ് റിയാലിറ്റി ആണ്. അപ്പൊ കഴിഞ്ഞ 3 വർഷത്തിൽ കമ്പനി 25% സെയിൽസ് CAGR അതുപോലെ 28% പ്രോഫിറ്റ് CAGR നൽകിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒപ്പം കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് മാർജിൻ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണ് കാണിക്കുന്നത്. ഇനി നമുക്ക് കമ്പനിയുടെ വാല്യുവേഷൻ ഒന്ന് മനസ്സിലാക്കാം. ഒബ്രോയ് റിയാലിറ്റിയുടെ കറന്റ് PE റേഷ്യോ വരുന്നത് ഏകദേശം 27x ആണ്. അപ്പൊ ഇത് കോമ്പറ്റേറ്റേഴ്സിന് വെച്ച് നോക്കുമ്പോൾ കുറച്ച് കുറവാണ്. ലൈക്ക് ഇപ്പൊ ലോദ ഡെവലപ്പേഴ്സിന്റെ PE വരുന്നത് ഏകദേശം 35x ആണ്. അതുപോലെ ഗോദ്രേജ് പ്രോപ്പർട്ടീസ് PE വരുന്നത് ഏകദേശം 40x ആണ്. ഇനി ഈ കമ്പനിയുടെ PE റേഷ്യോ വരുന്നത് 0.94x ആണ്. അപ്പൊ ഇതിന്റെ അർത്ഥം ഗ്രോത്ത് വെച്ച് നോക്കുമ്പോൾ വാല്യൂഷൻ ഇവിടെ ജസ്റ്റിഫൈബിൾ ആണ്. അപ്പൊ കമ്പനിയുടെ ലോഞ്ചും മാർജിൻ പെർഫോമൻസും മെയിൻറ്റെയിൻ ചെയ്താൽ ഇപ്പോഴുള്ള വാല്യൂഷൻ റീസണബിൾ ആയിട്ട് തോന്നും. ഇപ്പൊ ഷോർട്ട് ടേമിൽ പ്രൊജക്ട് മിക്സും റിയൽ എസ്റ്റേറ്റ് സൈക്കിളും കൊണ്ട് പ്രൈസിൽ കുറച്ച് വോളറ്റിലിറ്റി കാണാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പൊ കമ്പനി ഒരു പ്രീമിയം റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ ആണ്. അപ്പൊ അവർ മെയിൻലി റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, റീറ്റെയിൽ അതുപോലെ ഹോസ്പിറ്റാലിറ്റി പ്രോജക്ട്സ് മുംബൈയിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ കമ്പനിയുടെ ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് ലക്ഷറി മാൾസ്, ഗ്രേഡ് A ഓഫീസസ്, ഹൈ എൻഡ് ഹൗസിംഗ് പ്രൊജക്ട്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതുവഴി കമ്പനിക്ക് ഒരു റെഗുലർ റെന്റൽ ഇൻകം, സ്റ്റഡി ക്യാഷ് ഫ്ലോ ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് Q2 FY26 റിസൾട്ട്സ് ഒന്ന് നോക്കാം. അപ്പൊ കമ്പനിയുടെ സെയിൽസ് ഇയർ ഓവർ ഇയർ 35% വളർന്ന് 1779 കോടിയായി. സ്ട്രോങ് ഹൗസിംഗ് ഡിമാൻഡ്, സ്കൈ സിറ്റി, 360 വെസ്റ്റ് പോലെയുള്ള ലക്ഷറി പ്രൊജക്ട്സിനുള്ള നിരന്തര സെയിൽസ് ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 25% വളർന്ന് 1020 കോടിയായി. എന്നാൽ ഓപ്പറേറ്റിംഗ് മാർജിൻ 500 ബേസിസ് പോയിന്റ് ഇടിഞ്ഞ് 57%ആയി. മെയിൻലി താനെ അതുപോലെ ജാർഡിൻ പോലത്തെ പ്രൊജക്ട്സ് എന്നുള്ള മാർജിൻ കോൺട്രിബ്യൂഷൻ കുറഞ്ഞതുകൊണ്ടാണ്. അപ്പൊ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് ഇയർ ഓവർ ഇയർ 29% വളർന്ന് 760 കോടിയായി. അതുപോലെ നെറ്റ് മാർജിൻ 190 ബേസിസ് പോയിന്റ് ഇടിഞ്ഞ് 42.7%ആയി. ഇനി ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കുമ്പോൾ കമ്പനി പല പ്രൊജക്ട് ലോഞ്ചിന് റെഡിയാണ്. അപ്പൊ മാനേജ്മെന്റ് പ്രകാരം ഗുർഗാൻ അതുപോലെ വോളി പ്രൊജക്ട്സ് പൈപ്പ് ലൈനിലാണ്. അപ്പൊ ഇതിന്റെ ഒപ്പം ചില റീഡെവലപ്മെന്റ് പ്രൊജക്ട്സ് ഓൾറെഡി സൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ടെക്നിക്കൽ ചാർട്ട് നോക്കുമ്പോൾ സ്റ്റോക്ക് നിലവിൽ ഓൾ ടൈം ഹൈയിൽ നിന്ന് 30% ഡൗൺ ആണ്. പക്ഷേ പ്രൈസ് മൊമെന്റ് ലോ ആണ്. അതുപോലെ കൺസോളിഡേറ്റ് ചെയ്യുവാണ് 1442 അടുത്ത് മേജർ സപ്പോർട്ടോടെ. ഇനി നമ്മൾ കമ്പനിയുടെ റിസ്ക് നോക്കുമ്പോൾ 360 വെസ്റ്റ് പ്രൊജക്ട്സിൽ കമ്പനിക്ക് ഇപ്പോഴും 30 അൺസോൾഡ് യൂണിറ്റ്സ് ഉണ്ട്. അതുപോലെ മാനേജ്മെന്റ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രൈസ് അവർ ഹോൾഡ് ചെയ്യുവാന്നാണ്. അടുത്ത 2 വർഷത്തിൽ ഇൻവെന്ററി എല്ലാം വിൽക്കും എന്നാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഹൈ എൻഡ് ബയേഴ്സിന്റെ സെന്റിമെന്റ്സ് സ്ലോ ആയാൽ ക്യാഷ് ഫ്ലോ ടൈമിങ്ങും പ്രോഫിറ്റബിലിറ്റിയും ബാധിക്കാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട്. ഇന്ന് നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ PE റേഷ്യോ ഒരു വാല്യൂഷൻ കൺസെപ്റ്റിനെ പറ്റിയിട്ട് നമ്മൾ സംസാരിച്ചു. അതായത് ഗ്രോത്ത് മാത്രം നോക്കി ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു പകുതി ഭാഗം മാത്രമാണ്. അതുപോലെ ഇവിടെ റിട്ടേൺസ് വരുന്ന ഈ ഒരു ഗ്രോത്ത് നമ്മൾ ശരിയായിട്ടുള്ള പ്രൈസ് കൊടുക്കുമ്പോഴാണ്. ഇന്ന് നമ്മൾ ഈ പറഞ്ഞ 3 സ്റ്റോക്സിലും ഒരു എക്സ്റ്റെന്റ് വരെ ഈ ഒരു ബാലൻസ് ഇവിടെ വിസിബിൾ ആണ്. പക്ഷേ ഇതൊരു ബയോ സെൽ അഡ്വൈസ് അല്ല. ഇപ്പൊ നിങ്ങളിപ്പം ഏതെങ്കിലും ഒരു സ്റ്റോക്കിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് കമ്പനിയുടെ ഫണ്ടമെന്റൽസും വാല്യൂഷനും റിസ്ക് ഫാക്ടേഴ്സും ഒക്കെ മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു ഇൻവെസ്റ്റർ എന്ന നിലയിൽ നിങ്ങൾ ഒരു തീരുമാനം എടുക്കും മുമ്പ് നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം നിങ്ങൾക്ക് ഇവിടെ എന്താണ് തോന്നുന്നത്? നമ്മൾ ഇന്ന് പറഞ്ഞ ഏത് സ്റ്റോക്കിനാവും ലോങ് ടേമിൽ വാല്യൂഷൻ അതിൽ ഗ്രോത്തിന്റെ ഒരു വിസിബിൾ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്? അപ്പൊ താഴെ കമന്റ്സിൽ നിങ്ങൾക്ക് നമ്മളോട് ഷെയർ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് താഴെ കമന്റ്സിൽ നമ്മളോട് ഷെയർ ചെയ്യാം. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഗ്രോ മലയാളം ചാനലോട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ഹാപ്പി ഇൻവെസ്റ്റിംഗ് ആൻഡ് ബൈ ഫ്രം റിൻസി. Investment in securities market are subject to market risks. Read all the related documents carefully before investing. Please read the risk disclosure documents carefully before investing in equity shares, derivatives, mutual fund, and or other instruments traded on the stock exchanges.